മിണ്ടാതെ കണി വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ട്, തുറന്നോ. എവിടെടാ? മുമ്പിലല്ല, പുറകില്. ഇവിടെ. ഗബ്രി, ഇതൊക്കെ ടാർഗറ്റ് ചെയ്യാൻ 2-3 കാര്യങ്ങളുണ്ട്. ഓ, എന്താ സംഭവം? പറ, കേക്കട്ടെ. കേട്ടാ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഗെയിമറാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളഞ്ഞൊന്നും അടിക്കുള്ളൂ, നേരെ അടിക്കില്ല. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. ഇദ്ദേഹം പറഞ്ഞു പെണ്ണുങ്ങളെ കാണാൻ ഇത് ചെയ്യില്ല, മീൻസ് ഞാനാണ് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണേ. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. ഇവിടെ വന്ന നാൾ മുതൽ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നത് ആരാന്ന് ഈ ഇത് മൊത്തം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. എന്നെ കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീ കാര്യം പറടാ കുട്ടാ. എന്റെ പ്രൊഫൈലിൽ എന്താ പറയണത് നിങ്ങൾക്ക് കേട്ടോ? നിങ്ങള് സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ. വെയിറ്റ്, വധം പുതിയതല്ലോണ്ടേ കാച്ചി. നിങ്ങൾ ഇത്രയല്ലേ കേട്ടിട്ടുള്ളൂ? ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എവിടെയെന്ന് പറഞ്ഞു? ഞാൻ ഒട്ടിച്ചോളാം. എവിടെയെന്ന് പറഞ്ഞോ. ഞാൻ ഒട്ടിക്കുള്ളൂ. ചേട്ടൻ്റെ ദേഹത്തോടില്ല. അയ്യോ, ടാസ്കിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ഒരു ദിവസം എനിക്ക് ഈ വീട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അതിലും ഞാൻ തോറ്റുപോയാ ഒരു പുഴുത്ത പട്ടി വലിഞ്ഞു കയറി വരുന്ന പോലെ പിന്നീട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല. വരട്ടെ, അനുഗ്രഹിക്കൂ. Better just tell me